വെയിറ്റ് കുറയ്ക്കുന്ന പോലെ ഈസി അല്ല വെയിറ്റ് കൂട്ടാനായിട്ട്. വെയിറ്റ് കുറയ്ക്കാൻ ഈസി, വെയിറ്റ് കൂട്ടാനല്ല, ഒരിക്കലല്ല. വെയിറ്റ് കൂട്ടാൻ വളരെ സിമ്പിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ അല്ല, എന്നാൽ നമുക്ക് വേണമെന്ന് വിചാരിച്ച് നടക്കും. വെയിറ്റ് കൂട്ടാനായിട്ട് എത്ര കിലോ വെയിറ്റ് ഉണ്ടോ, ഇപ്പോൾ ഒരു 50 കിലോ വെയിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ ഒരു 100 ഗ്രാം പ്രോട്ടീനെങ്കിലും ഡെയിലി കഴിക്കണം. ഇൻറ്റു 2 ആണ് പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടണം. അതേപോലെ സ്ട്രെങ്തനിങ് വർക്കൗട്ടുകൾ ചെയ്യണം, നന്നായിട്ട് വെള്ളം കുടിക്കണം. ഇടയിൽ 2 മണിക്കൂർ മുമ്പ് ഗുഡ് ഫാറ്റ് ആയിട്ടുള്ള നട്ട്സുകൾ, ഡ്രൈ ഫ്രൂട്ട്സുകൾ ഇതൊക്കെ കഴിക്കണം. ഇടയിൽ 2 മണിക്കൂർ കഴിക്കണം. ഇത് ആളുകൾ കഴിക്കില്ല. ശരിക്കും ഇത് കഴിക്കണം. 2 മണിക്കൂർ ഗ്യാപ്പിൽ ഒരു ബനാന ആണെങ്കിൽ അത് കഴിക്കാം, ഡ്രൈ ഫ്രൂട്ട്സുകൾ കഴിക്കാം, ഇങ്ങനെ നിങ്ങൾ കഴിക്കണം. ബാഡ് കാലറികൾ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. പിന്നെ പ്രോട്ടീൻ റിച്ചുള്ള ഫുഡുകൾ കഴിക്കണം, നന്നായിട്ട് ഫൈബറുള്ള ഫുഡുകൾ, വെജിറ്റബിൾ സാലഡൊക്കെ നന്നായിട്ട് കഴിക്കുക. പിന്നെ വെയിറ്റ് ട്രെയിനിങ്ങുകൾ ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് ഗെയിൻ ആവും, കൂട്ടാനൊക്കെ പറ്റും, പ്രശ്നമൊന്നുമില്ല. പിന്നെ നല്ല പോഷകാഹാരങ്ങൾ കഴിക്കണം, ഇത്രയുള്ള കാര്യം. ചെത്തിക്കളയുന്നത് ഈസിയാണ് വെയിറ്റ് കുറയ്ക്കാൻ, പക്ഷെ വെച്ച് തേച്ച് പിടിപ്പിക്കാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കിടക്കുക. നമ്മൾ കൂടുതൽ കഴിക്കുക കാർബോഹൈഡ്രേറ്റാണ് കഴിക്കുക. കാർബോഹൈഡ്രേറ്റ് കഴിച്ചുകൊണ്ട് തടി വെക്കില്ല. തടി വെക്കും, തടിയുള്ള ആളാണെങ്കിൽ തടി വെക്കും, തടി കുറഞ്ഞ ആളുകൾ തടി വെക്കില്ല. മനസ്സിലായ? അവർ ഫുഡ് പൈപ്പൊക്കെ ചെറുതായിരിക്കും, വലുതാക്കണം. അതിന് നേന്ത്രപ്പഴമൊക്കെ നേരത്തെ കഴിക്കുന്നത് നല്ലതാണ്.